ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ യു കെ റീൽസ് വിത്ത് അന്നക്കുട്ടി. ഞാൻ നിങ്ങളുടെ സ്വന്തം അന്നക്കുട്ടി. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് എം ഡയറീസ് ബൈ അന്നക്കുട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ബറാത്തിലാണ്, 5th ഡേ ഓഫ് ദി ട്രിപ്പ്. ആക്ച്വലി ഈ ഡയറി ഇവിടം കൊണ്ട് ഞാൻ അടയ്ക്കുക കേട്ടോ, കാരണം നമ്മൾ 5 ഡേ ഉള്ളൊരു ഡയറിയാണ് നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇത് 5ാമത്തെ എപ്പിസോഡാണ്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ. ബറാത്ത് എന്ത് അടിപൊളി വ്യൂ ആണെന്ന് പറയാം. നൈറ്റിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനേക്കാൾ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് വ്യൂ ആട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ബറാത്തിനെ പറ്റി പറയാൻ നേരത്തെ ഒരു ഹിസ്റ്റോറിക് സിറ്റിയാണ്, സെൻട്രൽ അൽബേനിയയിലുള്ള ഒരു ഹിസ്റ്റോറിക് സിറ്റിയാണ്. ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിൻ്റെ യുണീക്ക് ആർക്കിടെക്ചറും അവരുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജുമാണ്. ഈ ഒരു സ്ഥലത്തെയാണ് അറിയപ്പെടുന്നത് ദ സിറ്റി ഓഫ് 1000 വിൻഡോസ്. And also Barath is famous for its white Ottoman houses that climbs up the hills to its castle. അൽബേനിയയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഓൾഡസ്റ്റ് സിറ്റിയാണ് ബറാത്ത്. മൗണ്ടെയ്ൻസ് കൊണ്ടും ഹിൽസ് കൊണ്ടും ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സ്ഥലമാട്ടോ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ടോമോർ മൗണ്ടെയ്ൻസും അതുപോലെ നാഷണൽ പാർക്കും ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇതിനെ ദ സിറ്റി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓസം റിവർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ബ്യൂട്ടീനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാസ്റ്റൽ എന്ന് പറയുന്നത് ബറാത്ത് കല എന്നുള്ളൊരു പേരും കൂടി ഇതിനുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര സ്റ്റീപ്പായിട്ട് നമ്മൾ കുറേ ദൂരം നടക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു കാസ്റ്റലിലേക്ക് എത്താൻ പറ്റുന്നത്. ഭയങ്കര സ്റ്റണ്ണിങ് വ്യൂസ് ആട്ടോ അതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഭയങ്കര ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ലോണം നടക്കാനുള്ളൊരു ഡിസ്റ്റൻസ് നമുക്ക് നമ്മൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഈ ഒരു കാസ്റ്റൽ കാണണമെന്നെങ്കിൽ അത്യാവശ്യം നല്ലോണം നടക്കണം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്തൊരു മിക്സ് ഓഫ് ഒരു ബൈസാൻറ്റൈൻ ചേർച്ചസും ഓട്ടോമൻ മോസ്കിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് അവരുടെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സും ഈ ഒരു പർട്ടിക്കുലർ ബറാത്ത് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ ഉണ്ട്. ഈ ഒരു സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലിപ്പാട്ടോ ഇത്. ചിനുക്കുട്ടനും ശ്രീക്കുട്ടിയും കൂടെ നടക്കുന്നത് എന്തോ എനിക്ക് ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടൊരു വീഡിയോ കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ വീഡിയോ എടുക്കുകയാണോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പിന്നെ എല്ലാവരെയും ഞാൻ മാക്സിമം ലാസ്റ്റ് ഡേ ആയപ്പോഴാട്ടോ എല്ലാവരെയും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നു. അതുവരെ ഞാനൊരു പ്രൈവസി ഓർത്തിട്ട് ഞാൻ മാക്സിമം നമ്മുടെ രണ്ടുപേരും തലയല്ലാണ്ട് വേറെ ആരുടെയും തല മാക്സിമം കാണിക്കാതെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നല്ലൊരു വൈബ് സെറ്റായ ശേഷം പിന്നെ ഞാൻ അവരുടെയൊക്കെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഇടുന്നതിന് മുന്നേ വീഡിയോ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ളൊരു കാര്യം ഞാൻ എന്തായാലും എല്ലാവരും ചോദിച്ചിട്ടാട്ടോ എടുത്തത്. അത് കഴിഞ്ഞ് അവിടുത്തെ ഞങ്ങളുടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ശ്രീക്കുട്ടിയാട്ടോ, ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഓടിച്ചാടി വന്ന കൊച്ചാട്ടോ. അവളെ കാണുമ്പോൾ ആക്ച്വലി എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് റോസിനെ പോലെ തന്നെ ഇരിക്കും. അവളും ഞാനും നല്ല കണക്റ്റഡാണ്. ഇവർക്ക് രണ്ടുപേർക്കും സ്പെക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഭയങ്കര കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ നാട്ടിലെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ റോസിനോട് പറയുന്നുണ്ടായിരുന്നു, മോനെ നിന്നെ പോലൊരു കുട്ടി എനിക്ക് ഇവിടെ കിട്ടി. എനിക്ക് തോന്നുന്നു അവർ ഏകദേശം സെയിം ഏജുമാണ്. നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഇവളെ കാണുമ്പോൾ എനിക്ക് അവളെ ഓർമ്മ വരും. അങ്ങനെ ആ ഒരു മെമ്മറി ഞാൻ പെട്ടെന്ന് ഓർത്തു. അങ്ങനെ കേട്ടോ ഞങ്ങൾ വേഗം ഫ്രണ്ട്സ് ആയത്. ഞാൻ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാട്ടോ നമ്മൾ കൂട്ടായത്. അതിനുശേഷം ഇട്ടു ചാടി ഓടി അതിൻ്റെ കാസ്റ്റലിൻ്റെ മേളിലൊക്കെ കയറി. നമ്മൾ പിന്നെ കുറച്ചും കൂടെ ഒരു മെല്ലെ പതുക്കെ സ്ലോ റേസിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചാടി ഓടി കയറി അവിടെ നിന്ന് നമുക്ക് ടാറ്റയൊക്കെ തന്നു വിട്ടു. പിന്നെ നമ്മൾ പതുക്കെ അതിൻ്റെ അകത്തേക്ക് കയറി. അപ്പം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ പേർക്ക് ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഓരോ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് തന്നെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല നടന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ നീറ്റായിരുന്നു സ്ഥലം. പിന്നെ ഞാൻ ഈ ഒരു സ്ഥലത്തെ പറ്റി പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഓട്ടോമൻ ആർക്കിടെക്ചറും ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ ഉള്ളൊരു ഭയങ്കര അടിപൊളി കൾച്ചറൽ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സ്ഥലം ആട്ടോ. ഒരുപാട് നടന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സ്പേസ് ആട്ടോ ഇത്. നടക്കാൻ മടിയുള്ളവർ ഈ ഒരു ഭാഗത്തേക്കേ പോകണ്ട. കാരണം നമ്മൾ താഴ്ത്തുന്നേ നടന്ന് ഒരുപാട് നടന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുക. ഇവിടുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ലോണം നടന്ന് കാണണം. പിന്നെ ഇവിടെ നടന്ന് കാണാൻ വേണ്ടി ഒരുപാട് രസമാട്ടോ, ഭയങ്കര രസമായിട്ടാട്ടോ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. അപ്പോൾ ചിനിക്കൂട്ടനാണ് ഫസ്റ്റ് ആദ്യം അവിടെ പോയത്. പിന്നെ നമ്മൾ പുറകിന് നമ്മൾ ആ കാണുന്ന ഏരിയയിലൊക്കെ കൂടെ നടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു കപ്പിൾ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു വെഡ്ഡിങ്ങിൻ്റെ പോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട്, വെഡ്ഡിങ് ആണോ എന്ന് എനിക്കറിയില്ല, മേ ബി ഫോട്ടോഷൂട്ടാണോ എന്നും അറിയില്ല. എനിവേ ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ ഇട്ട് ഓരോരുത്തർ ഭയങ്കര നല്ല പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ആക്ച്വലി ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിച്ചു പേഴ്സണലി. ബട്ട് സ്റ്റിൽ എനിക്ക് ഓക്കെയാണ്, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇതെടുത്തു. പക്ഷെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്.
നമ്മുടെ കൂടെയുള്ള കുറച്ച് പേര് ഇതേ ദിവസം ഈവനിങ്ങിൽ ഫ്ലൈറ്റ് ഉള്ളവരുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഹറിയപ്പായിട്ട് ഇവിടെ ജസ്റ്റ് എല്ലാം കണ്ട് ഈ ഒരു ടോപ്പ് വ്യൂ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ കുറേ ഇങ്ങനെ കുറേ എന്തൊക്കെയോ കുറേ ഹിസ്റ്ററിയൊക്കെ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാനതൊക്കെ വിട്ടുപോയി. ഇങ്ങനെ ഇതിലെ ഇങ്ങനെ പഴയ രാജാവിന് എന്തൊക്കെയോ കഥകളൊക്കെ എനിക്ക് ആ സമയത്ത് ആരൊക്കെയോ പറഞ്ഞു വന്നു. പിന്നെ ശ്രീക്കുട്ടി നമുക്ക് കുറേ കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കാരണം അവൾ ഓൾറെഡി അതിനെപ്പറ്റി കുറേയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവളായിരുന്നു നമ്മുടെ മെയിൻ ഗൈഡ് എന്ന് പറയുന്നത്. അവളാണ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത്, ഫ്ലാഗ് കാണിച്ചു തന്നതും പിന്നെ അതുപോലെ ഇവിടുത്തെ ഓരോരോ പോയിന്റ്സ് പറയുമ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എൻ്റെ റോസും ഇതുപോലെ എനിക്ക് ഇത്രയും ഭയങ്കര ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറഞ്ഞു തരാനും ഈ രണ്ടുപേരും അതേപോലെ. അവൾക്കൊരു അനിയത്തിയുണ്ട് റോസിന്, അപ്പോൾ അവളും ഇതേപോലെ തന്നെ സെയിം. അപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തോ ഒരു അഡ്വാൻസ്ഡ് ആണല്ലേ. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ നല്ല നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കൂടെ പതുക്കെ ഒരു വാക്കൊക്കെ നടത്തി അതിൻ്റെ ഒരു എൻഡിലേക്കൊക്കെ പോകാനുള്ളൊരു ശ്രമമാണ്. പിന്നെ ഞാൻ ഒരുപാട് അങ്ങോട്ട് ആ ഒരു ഭാഗത്ത് വീഡിയോ എടുക്കാൻ നിന്നില്ല, കാരണം നമ്മുടെ സേഫ്റ്റി ആണല്ലോ നമുക്ക് മുഖ്യം. അതുകൊണ്ട് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചൊക്കെ നടന്നത്. പിന്നെ ഓക്കെ, ഒരു സേഫ് ഏരിയയിലേക്ക് എത്തിയപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ മുഖമൊക്കെ കാണിച്ചു തുടങ്ങി. ഇത്രയും നേരം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഫേസ് എടുക്കാൻ മറന്നുപോയല്ലോ. കുറേ നാൾ കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെയും കൂടെ കാണാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ബേസിക്കലി. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ 2-3 വീഡിയോ ക്ലിപ്സും കൂടെ ആഡ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് അതിൻ്റെ ടോപ്പിലെത്തി. ഓൾമോസ്റ്റ് കുറച്ചും കൂടെ എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു എൻഡ് പോർഷൻ പോലെ ഉണ്ട്. അവിടെയൊക്കെ നല്ല നല്ല രസമാട്ടോ. ഇങ്ങനെ എനിക്ക് തോന്നുന്നൊരു ഒരു വൈബിന് നടന്ന് നമുക്ക് ഒരുപാട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്ന് കാണാൻ പറ്റും. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഹെറിറ്റേജ് സൈറ്റ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ടൈം അതിന് കൊടുക്കണം. അവിടെ നടന്ന് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാനുള്ളൊരു ടൈം കൊടുക്കണം. പിന്നെ അവിടുത്തെ കുറേ കഥകളുണ്ടാവുമല്ലോ, കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നുണ്ടാവുക. അതിലത്തെ എന്തുകൊണ്ടാണത് ഇങ്ങനെയെന്നുള്ളൊക്കെ കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് പിക്ചർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് നമ്മൾ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി നമ്മൾ ഫുള്ള് നടന്ന് കണ്ട്. എനിക്ക് ബേസിക്കലി നടന്ന് കാണുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ്. നടക്കാൻ ബേസിക്കലി എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ മാക്സിമം നടക്കാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ്സാക്കാറില്ല. അപ്പം എന്നെപ്പോലെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ പോയിട്ട് കുറച്ച് മാസമായി, പക്ഷേ നമ്മൾ ഇതിപ്പോൾ കാണുമ്പോഴും നമുക്ക് ആ ഒരു മെമ്മറീസൊക്കെ ഭയങ്കര ലൈവായിരുന്നു കേട്ടോ. നമ്മൾ ആക്ച്വലി ആ ഡേയ്സ് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആയി വരാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറേ ലൈക്ക് 5-ാമത്തെ ദിവസമൊന്നുമല്ല നമ്മൾ കണക്റ്റഡ് ആയത്. പക്ഷേ എന്നാലും നമുക്കങ്ങനെ ഒരു ഓൾറെഡി അറിയുന്ന ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല. കുഞ്ഞാവ് ഒരു ക്യൂട്ട് സ്മൈലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരുമായിട്ട് നല്ല കണക്റ്റഡ് ആയി. ആക്ച്വലി ഈ ഒരു ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴേക്കും ഓക്കെ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഫീൽ കേട്ടോ. അവൻ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്തൊക്കെ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞാവ. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ ടയേർഡായി. നമ്മളെല്ലാം നല്ലോണം സൺടാൻ അടിച്ചു കേട്ടോ. കാരണം ആ വെയിൽ മൊത്തം നല്ല ഡീസൻ്റായിട്ട് കൊണ്ട് അങ്ങനെ അവസാനം നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഇനി നമ്മൾ നേരെ പോണത് എയർപോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ ഈ ഒരു എൻ്റയർ ജേണിയിൽ നമ്മൾ കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, നമുക്ക് കുറേ പുതിയ റിലേഷൻഷിപ്സ് ആയി. നമ്മൾ എന്നും നമുക്ക് ലൈക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ വിളിക്കാം, നമുക്ക് കുറേ അഡ്വൈസ് തരാനായിട്ട്. അങ്ങനെ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി ആട്ടോ ബിൽഡ് ചെയ്തത്. ഞാൻ ആക്ച്വലി ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ ശേഷം എൻ്റെ മൈൻഡ് ഒരുപാട് റിലാക്സ്ഡായി. ഞാൻ കുറേ കൂടെ പോസിറ്റീവായി. എൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി തന്നെ ലൈക്ക് ഓരോ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള പ്രൊഡക്ടിവിറ്റി തന്നെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. ലൈക്ക് എൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിട്ട് പോകുന്ന ഞാൻ ഇതാട്ടോ. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ഇതുപോലെ പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ എൻ്റയർ ഡയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്. താങ്ക് യു.